ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷയും സമാധാനവും കാരുണ്യവും നമുക്കെല്ലാവർക്കും അള്ളാഹു തആല വർഷിപ്പിക്കട്ടെ. ആമീൻ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ഒക്കെ നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ ആഖിറത്ത് വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ. നമ്മൾ ത്വവാഫുമായി ബന്ധപ്പെട്ട സംഗതികളാണ് പറയുന്നത്. അപ്പോൾ ഈ ത്വവാഫ് എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ. ത്വവാഫ് എന്ന് കണ്ടിട്ടുണ്ടോ? ത്വവാഫ് എന്ന് കണ്ടിട്ടുണ്ടോ പ്രിയമുള്ളവർ? ഹലോ, ഞാനൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളെല്ലാവരും പറയൂ. ത്വവാഫ് എന്ന ആരെങ്കിലും വിശുദ്ധ ഖുർആനിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് പറയുന്നു. തവാഫ് എന്ന് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. വളരെ കറക്റ്റാണ്. അൻയത്തവഫ. മാഷാഅല്ലാഹ്, വെരി ഗുഡ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉത്തരം എഴുതിയിട്ടുള്ള വ്യക്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അൽ ഹജ്ജ് 22-ാം അധ്യായമാണ് സൂറത്തുൽ ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തുണ്ട്. ഉംറ എന്ന് പറഞ്ഞിട്ട് സൂറത്തില്ല. ഹജ്ജ് എന്ന് പറഞ്ഞിട്ടൊരു സൂറത്ത് ഖുർആനിലുണ്ട്. 22-ാമത്തെ അധ്യായം. അതിലെ 26-ാമത്തെ വചനം, وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. ഇതാണ് وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നാം എന്ത് ചെയ്തു? ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് കൊടുത്തു. ആ പരിശുദ്ധമായ ഭവനം അല്ലാ തുശ്രിക് ബി ഷൈഅ, അദ്ദേഹത്തെ അവിടെ യാതൊന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ വേണ്ടി പാടില്ല എന്നും, വതുഹിർ, ശുദ്ധി വരുത്തണം, ബൈത്തിയ, എൻ്റെ വീട്, ലിത്വാഇഫീന, ആർക്ക് സുഹൃത്തുക്കളെ? തവാഫ് ചെയ്യുന്നവർക്ക്, വൽ ഖായിമീന, അവിടെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നവർക്ക്, വർ റുക്കഇ സുജൂദ്, റുകൂഉം സുജൂദും ചെയ്യുന്ന ആളുകൾക്ക് എന്ന്. അതോടൊപ്പം തന്നെ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസ്വല്ലാ വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ തുഹിറാ ബൈതി ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്തുകളാണ്. പിന്നെ സൂറത്തുൽ ഹജ്ജിൽ വേറെയും പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ത്വവാഫ് എന്നുള്ളത് പ്രിയമുള്ളവരെ പ്രദക്ഷിണം ചെയ്യുക, വലയം ചെയ്യുക, ഇതാണ് അല്ലേ? ശരി, നമുക്ക് ത്വവാഫിലേക്ക് കടക്കാം. ത്വവാഫിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം മക്കയിലെത്തിയിരിക്കുകയാണ്. തവാഫിന് നമ്മൾ എന്ത് വേണം? വുളു നിർബന്ധമാണ്. സുഹൃത്തുക്കളെ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബികളൊക്കെ ഉംറക്ക് പോയപ്പോൾ, അല്ലെങ്കിൽ ഹജ്ജ് കർമ്മങ്ങൾക്കൊക്കെ പോയപ്പോൾ, അവർ മക്കയിലെത്തിയപ്പോൾ ഒന്ന് കുളിച്ച് പിന്നെ വൃത്തിയായി വിശ്രമിച്ച് എന്നിട്ടാണ് അവർ മത്താഫിലേക്ക് വന്നത് എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ കുളി സുന്നത്താണെന്ന് അർത്ഥം. പ്രിയമുള്ളവരെ, കുളിക്കുന്നത് നല്ലതാണ്. ചോദ്യം പബ്ലിക് ക്ലാസ് റൂമിൽ വരട്ടെ, നമുക്ക് ചോദ്യത്തിന് ഉത്തരം പറയാം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ ഇവിടെ
നമുക്ക് പറയാനുള്ളത്, കുളി എന്ന് പറയുന്നത് നല്ലതാണ്, എന്നാൽ വുളു എന്താണ്, നിർബന്ധമാണ്. കാരണം തവാഫ് എന്താണ്, അത് നമസ്കാരത്തെ പോലെ തന്നെയാണ്. ഇന്നമ തവാഫു കസ്വല, തവാഫ് നമസ്കാരം പോലെ തന്നെയാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വുളു നിർബന്ധമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്ങനെയാ പള്ളിയിലേക്ക് പ്രവേശിക്കുക, എങ്ങനെയാണ് പ്രവേശിക്കുക സുഹൃത്തുക്കളെ? ഏത് കാല വെക്കുക? വലതു കാല് വെക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പ്രാർത്ഥിക്കണം. ഏറ്റവും ചുരുക്കം അതാണ്. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പള്ളിയിലേക്ക് കടക്കുന്നു. എന്നിട്ട് നമ്മൾ തവാഫ് എവിടുന്ന് ആരംഭിക്കുക? തവാഫിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടുന്നാണ്? തവാഫ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടുന്നാണ്? പറയൂ പ്രിയമുള്ളവരെ, പെട്ടെന്ന് പറയൂ. എവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കുക? പറയൂ, തവാഫ് എവിടെ നിന്നാണ് ആരംഭിക്കുക? വരട്ടെ, ആൻസർ വരട്ടെ. മാഷാ അല്ലാഹ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹജറുൽ അസ്വദിന്റെ അവിടുന്ന്, ഡോറിന്റെ അവിടെ നിന്നല്ല, ഹജറുൽ അസ്വദിന്റെ അവിടുന്ന്. എങ്കിൽ പോലും ഡോർന്ന് എഴുതിയ നമ്മുടെ സുഹൃത്തിനും അല്ലാഹു തആല അനുഗ്രഹം ചൊരിയട്ടെ, ആമീൻ. ആൻസറുകൾ എഴുതിയ ആളുകൾക്കും അനുഗ്രഹം ചൊരിയട്ടെ, നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പോൾ ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഹജറുൽ അസ്വദിനെ എന്ത് ചെയ്യണം? നമ്മൾ ചുംബിക്കണം. എന്ത് ചെയ്യണം? ചുംബിക്കണം. ഹജറുൽ അസ്വദിനെ നമ്മൾ ചുംബിക്കണം. ശരി. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ചിട്ടുണ്ട്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലൗലാ റഅയ്തു അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെങ്ങാനും നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മാ കബ്ബൽതുക, ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ഇന്നക ഹജറുൻ ലാ തളറു വലാ തൻഫ, നീ ഒരു കല്ല് മാത്രമാണ്, ഉപകാരമോ ഉപദ്രവമോ ചെയ്യില്ല. ചില ആളുകളുടെയൊക്കെ വിശ്വാസം എന്താ അറിയോ? ഹജറുൽ അസ്വദ് എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഉപകാരം ചെയ്യുന്നു, നമ്മുടെ വരുന്ന ദോഷങ്ങൾ തടുക്കുന്ന, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. പ്രിയമുള്ളവർ, ഒരൊറ്റ ശക്തിക്ക് മാത്രമേ എല്ലാ ദോഷങ്ങൾ തടുക്കുവാനും എല്ലാ അപകടങ്ങൾ തടുക്കുവാനും നന്മകൾ പ്രദാനം ചെയ്യാൻ കഴിയുള്ളൂ. അതാരാണ് ആ ശക്തി? പറയൂ, ആരാണ് ആ ശക്തി? എല്ലാവരും പറയൂ പെട്ടെന്ന്. വരട്ടെ. അല്ലാഹു, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ലാഹു സുബ്ഹാനഹു വ തആല. മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിന് മാത്രമേ എല്ലാവിധ ദോഷങ്ങളും തടുക്കാനും നന്മകളെല്ലാം തരാനും കഴിയുള്ളൂ, അല്ല കല്ലിന് കഴിയൂല എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വിശ്വാസ സംബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ചുംബിക്കണം, അല്ലേ? തവാഫ് എന്ന് പറഞ്ഞാൽ എത്ര ചുറ്റാണ് പ്രിയമുള്ളവരെ? തവാഫ് എത്ര ചുറ്റാണ്? പറയൂ, പെട്ടെന്ന് പറയൂ. വല്ലാ ദീർഘിച്ച് പോകേണ്ട നമ്മുടെ ക്ലാസ്, പെട്ടെന്ന് പറയണം. വെരി ഗുഡ്. 7 ചുറ്റാണ്. സബഅതു അശ്വാത്ത് എന്ന് പറയും. സബഅതു അശ്വാത്ത്, അത്വാഫു സബഅതു അശ്വാത്ത് അലൽ കഅബ. കഅബയെ 7 ചുറ്റൽ ചുറ്റുന്നതിനാണ് ത്വാഫ് എന്ന് പറയുക. ഓരോ ചുറ്റിലും ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്നാണ് ആരംഭിക്കുക, അവിടെ തന്നെയാണ് അവസാനിക്കുക. മനസ്സിലായല്ലോ? ഉംറ ചെയ്യുന്ന, ഹജ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ തവാഫ് ചെയ്യുന്നവന്റെ ഇടതുവശത്തായി കഅബ, അവന്റെ ഇടതുവശത്തായിട്ടാണ് തവാഫ് ചെയ്യുക. മനസ്സിലായല്ലോ? നമ്മളിങ്ങനെ ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് തവാഫ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ഇടത് ഭാഗത്തായിരിക്കും എന്തുണ്ടാകുക? ഈ കഅബ ഉണ്ടാകുക എന്നാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് അറിയുമോ? നമ്മൾ മൊത്തം 7 എണ്ണാണെന്ന് പറഞ്ഞല്ലോ, അതിൽ ആദ്യത്തെ 3 എണ്ണം എന്ത് ചെയ്യണം? റമൽ എന്ന് പറഞ്ഞ രൂപത്തിൽ ചെയ്യണം. എന്താ ഈ റമൽ എന്ന് പറഞ്ഞാൽ? റമൽ എന്ന് പറഞ്ഞാൽ ഹുവ മുസാറഅത്തുൽ മശി മഅ തഖാറുബുൽ ഖുതുവാത്ത്, അതായത് കാലടികൾ അടുത്തടുത്ത് വെച്ചിട്ട് സ്പീഡിൽ നടക്കുന്നതിനാണ് പറയുക റമൽ എന്ന് പറയുക. വെരി ഗുഡ്, വെരി ഗുഡ്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ വേഗത്തിൽ കാലടി വെച്ച് സ്പീഡിൽ നടക്കുക, ആദ്യത്തെ 3 എണ്ണം. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഹദീസ് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. ഞാൻ സമയ ദൈർഘ്യം പറയുന്നതുകൊണ്ടാണ് ഹദീസ് വായിക്കാത്തത്. പിന്നെ ഒന്ന്, പുരുഷന്മാരെന്ത് ചെയ്യണം? ഇൽത്തിബ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്.
നമ്മുടെ ഒരു ഉടുമുണ്ടും ഒരു മേൽമുണ്ടാണുള്ള വസ്ത്രം ഉണ്ടാകുക പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങളും അവർ മറച്ചിരിക്കണം. അപ്പൊ പുരുഷന്മാര് ഒരു ഉടുമുണ്ടോ മേൽമുണ്ടും അടിവസ്ത്രം പോലും ആ സന്ദർഭത്തിൽ പാടില്ല, ഇഹ്റാമിൽ പാടില്ല. മനസ്സിലായല്ലോ? തുന്നിച്ചുറ്റിയ വസ്ത്രമൊന്നും പാടില്ല. അപ്പൊ എന്താണ് ഇൽത്തിബാ എന്ന് ശ്രദ്ധിച്ചോളൂ. വൽ ഇൽത്തിബാഉ, ഇൽത്തിബാ എന്നാൽ ഹുവ അൻ യജഅല വസ്തരിദാഇഹി തഹ്ത കത്ഫിഹിൽ അയ്മൻ വതർഫൈഹി അലാ കത്ഫിഹിൽ ഐസർ. ശ്രദ്ധിച്ചോളൂ കൂട്ടരെ. അതായത് മേൽമുണ്ട് അതിന്റെ മധ്യഭാഗം വലതു കക്ഷത്തിലും അതുപോലെ തന്നെ അതിന്റെ ഇരു അറ്റങ്ങളും ഇടതു ചുമലിന്റെ മുകളിലും വരണം. അതാണ് ഇൽത്തിബാ എന്ന് പറയുക. ഇങ്ങനെ ആ മേൽമുണ്ട് ധരിച്ച് നമ്മൾ 3 ചുറ്റൽ സ്പീഡിൽ നടന്ന് ബാക്കി 4 സാധാഗതിയിൽ നടന്ന് 7 ചുറ്റുകൾ പൂർത്തീകരിക്കണം. തവാഫ് ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കുക. തവാഫ് ആരംഭിക്കുമ്പോൾ, ചോദ്യത്തിന് ഞാൻ ലാസ്റ്റ് ഉത്തരം പറയാം ഇൻഷാ അല്ലാ. തവാഫ് ആരംഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹജറുൽ അസ്വദിനെ ചുംബിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചുംബിക്കാൻ സാധിക്കാത്ത ആളുകൾ എന്ത് ചെയ്യണം? അതിനെ തൊട്ടുമുത്തണം, അല്ലേ? തൊട്ടുമുത്തണം. ഇപ്പോൾ വടി കൊണ്ടൊക്കെ ആണെങ്കിൽ വടി കൊണ്ട് തൊട്ടാലും മതി, പ്രശ്നമില്ല. കൈ കൊണ്ട് തൊടാൻ കഴിയാത്ത ആളുകൾക്ക് ഏറ്റവും നല്ല ചുംബിക്കായി എന്നുള്ളതാ. ഇനി ഒന്നുമില്ലെങ്കിൽ ആംഗ്യം കാണിക്കണം. വലത് കൈ കൊണ്ട് കൈ പൊക്കിക്കൊണ്ടാണ് ആംഗ്യം കാണിക്കേണ്ടത്. ഇപ്പോഴെന്താ പറയുക പ്രിയമുള്ളവരെ? തക്ബീർ ചൊല്ലണം എന്ന ഹദീസിലുള്ളത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ഫസ്റ്റിലുള്ളതിൽ പറയുക. ബാക്കിയൊക്കെ നമുക്ക് അല്ലാഹു അക്ബർ എന്ന് പറയാം. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ഫസ്റ്റ് ചുറ്റ ആരംഭിക്കുമ്പോൾ നമുക്ക് പറയാം. ബാക്കിയൊക്കെ അല്ലാഹു അക്ബർ എന്ന് പറയാം. അങ്ങനെ നമ്മൾ ആരംഭിക്കുന്നു. എന്നിട്ട് ഇനിയാണ് തവാഫ് ആരംഭിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ പറയുക? ഒരു പ്രാർത്ഥന ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചില ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖൻ ബികിതാബിക വത്തിബാഅൻ ലിസുന്നതി നബിയിക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഹജ്ജ് ഉംറ ഗ്രന്ഥങ്ങളുടെ മൻസക്കുകളുടെ കിതാബുകളിൽ കാണാം. അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖൻ ബികിതാബിക വത്തിബാഅൻ ലിസുന്നതി നബിയിക എന്ന് ഈ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പ്രാർത്ഥിച്ച ഉടനെ ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ടോ ആംഗ്യം കാണിച്ചോ, ആംഗ്യം കാണിക്കൽ ഞാൻ പറഞ്ഞു, ചില ആളുകൾ 2 കൈകളും ഉയർത്തിക്കൊണ്ടൊക്കെ കാണിക്കാറുണ്ട്. അത് വേണ്ട, ഒറ്റ കൈ കൊണ്ട് ഉയർത്തി കാണിച്ചാൽ മതി, വലത് കൈ കൊണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖൻ ബികിതാബിക വത്തിബാഅൻ ലിസുന്നതി നബിയിക എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന കാണാം. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസിൽ ലഈഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് ലഈഫാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ? എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, മനാസിക്കുൽ ഹജ്ജ് വൽ ഉംറ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഷെയ്ഖ് അൽബാനിക്കൊരു ഗ്രന്ഥമുണ്ട്, മനാസിക്കുൽ ഹജ്ജ് വൽ ഉംറ. ആ ഗ്രന്ഥത്തിൽ ബിദ്അത്ത് തവാഫ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം, ഒരു ഭാഗം തന്നെയുണ്ട്. തവാഫിൽ സംഭവിക്കാവുന്ന ബിദ്അത്തുകൾ, തവാഫിൽ സംഭവിക്കുന്ന ബിദ്അത്തുകൾ, ആ കൂട്ടത്തിലാണ് ഈ പ്രാർത്ഥന എണ്ണിയിട്ടുള്ളത്. പിന്നെ ചില ആളുകൾ കാണാം തവാഫിനൊരു നിയ്യത്ത്, സഈനൊരു നിയ്യത്ത്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? അതായത് നവൈതു ബി തവാഫി ഹാദൽ ഉസ്ബൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തവാഫിനൊരു നിയ്യത്ത്. ഇതൊന്നും തന്നെ പാടുള്ളതല്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, ഈ തവാഫ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഹജറുൽ അസ്വദിനെ ചുംബിക്കുമ്പോൾ ഒരുപാട് ആളുകൾ എന്തുണ്ടാകും? തിരക്ക് കാണിക്കും. ആകെ ആളുകൾ ഹജ്ജിന് ഉംറക്കും പോകണമെന്ന് എന്താ പറയുക? അവിടെ ദുആ ചെയ്യാനോ തൗബ ചെയ്യാനോ ഇസ്തിഗ്ഫാർ ചെയ്യാനോ ഒന്നല്ല. അവിടെ തവാഫ് ചെയ്യുന്ന അതാണുള്ള മഹത്വം. പക്ഷെ അതൊക്കെ വിട്ടിട്ട് ഹജറുൽ അസ്വദിനെ ചുംബിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയേ പോവുക. അതിനാണ് ഹജ്ജ് ഉംറകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുഖ്യസ്ഥാനം നൽകുന്നത്. അത് പാടില്ല. അതൊരു സുന്നത്താണ്. ആ സുന്നത്തിന് എന്താണോ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള ആ വില നമ്മൾ കൽപ്പിക്കുക. അതിനായിട്ട് അവിടെ തിരക്കാൻ വേണ്ടി പാടില്ല. ഷെയ്ഖ് അൽബാനി ബിദ്അത്ത് തവാഫ് എന്ന് പറഞ്ഞിട്ട്, തവാഫിന്റെ ബിദ്അത്തുകൾ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമാണ് അൽ മുസാഹമതു അലാ തഖ്ബീലിഹി വ മുസാബഖത്തുൽ ഇമാമി ബിത്തസ്ലീമി ഫി സ്വലാ ലിതഖ്ബീലിഹി. കേട്ടോളൂ കൂട്ടരെ, അതായത് ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടൽ, എന്നിട്ടോ
ആ ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ വേണ്ടിയിട്ട് ഇമാം നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട്, ഇമാം സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് സലാം വീടിയിട്ട് അവിടെ പോയിട്ട് ചുംബിക്കാനൊക്കെയുള്ള ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെയും തെറ്റാകുന്നു എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. മനസ്സിലായല്ലോ? ശരി, ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു സംഗതി എന്താ പ്രിയമുള്ളവരെ? അപ്പോൾ നമ്മൾ ഹജറുൽ അസ്വദിനെ ചുംബിച്ചു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഈമാനം ബിക എന്നുള്ള ലഈഫാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ ഇടത് ഭാഗത്ത് കാബയാക്കിയിട്ട് നമ്മൾ തവാഫ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ 3 റമല് രൂപത്തിൽ വേണമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നത്? മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് കാണും പ്രിയമുള്ളവരെ? അവിടെ മക്കാമ് ഇബ്രാഹിം കാണും. അപ്പൊ ആളുകൾ അതുമേക്കൊന്ന് തൊട്ട് തടവി, നമ്മുടെ ആളുകളുണ്ടല്ലോ ഈ തൊട്ടുമുത്തുക എന്നുള്ള മലയാളികൾക്ക് വലിയ ഇഷ്ടമാണ്, മറ്റ് പല ആളുകൾക്കും ഇഷ്ടമാണ്. അപ്പൊ ഹജറുൽ അസ്വദിനൊക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ട് നമ്മുടെ മുഖത്തും ശരീരത്തിലൊക്കെ ഒന്ന് തൊട്ട് മുത്തുക. ഈ പരിപാടിയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? തവാഫ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക്, ദുആഇന് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയമാണ്. നമസ്കാരം പോലെ തന്നെയുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് സംസാരങ്ങളും ഭൗതിക ചിന്തകളും അനാവശ്യ കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാത്രം നമ്മുടെ മനസ്സിൽ കണ്ട അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് നമ്മൾ ഇസ്തിഗ്ഫാറും തൗബയും പ്രാർത്ഥനയും ദുആവും ദിക്റുകളുമായി ഖുർആൻ പാരായണവുമായിട്ട് ഈ തവാഫ് പൂർത്തീകരിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഹജറുൽ അസ്വദ് കഴിഞ്ഞാൽ മറ്റൊരു ഭാഗമുണ്ട്. അതിന് അവിടെ കാണുന്ന ഒരു വട്ടത്തിൽ ഒരു സാധനം, അതിന് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയും. ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയും. അവിടെ എന്താണ്, നമ്മൾ അതിനകത്തുകൂടെ തവാഫ് ചെയ്യാൻ പാടില്ല, പുറത്തുകൂടെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അവിടെ ചുംബിക്കാനോ ഒന്നും പാടുള്ളതല്ല. മറ്റൊരു കാര്യം, നമ്മൾ എപ്പോൾ ഉംറക്ക് പോയാലും ഹജ്ജിന് പോയാലൊക്കെ ആളുകൾ ഈ കഅബയെ ഇങ്ങനെ തള്ളുന്നതായിട്ട് കാണാം. 2 കൈയും ആ കഅബയിൽ ഇങ്ങനെ പിടിച്ച്, അപ്പം അത് തള്ളി നീക്കുകയാണോ സംശയിക്കും. നമ്മൾ ഈ വാഹനമൊക്കെ വന്നാൽ വാഹനം സ്റ്റാർട്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? പിന്നൊന്ന് തള്ളുന്ന പോലെ കഅബനെ ഇങ്ങനെ 4 ഭാഗത്തുനിന്നും തള്ളുന്നതായിട്ട് കാണാം. ഇങ്ങനെയൊന്നുമില്ല കൂട്ടരെ, അതൊക്കെ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ തവാഫ് ചെയ്യാന്നാണ്. ഇതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക, ആ ഹിജ്ർ ഇസ്മായിലുള്ള ആ ഭാഗത്തിന്, ആ 2 മൂലക്കും, കഅബയുടെ ആ 2 മൂലക്കും റുക്നൈനി ഷാമിയൈനി എന്ന പറയുക. അവിടെ സ്പർശനമോ തൊട്ടുമുത്തലോ ചുംബനമോ ഒന്നുമില്ല. ഇനി അവിടെ അങ്ങനെ കടന്നു വന്നിട്ട് പിന്നെ എന്താണ്, പിന്നെ ഉള്ള ഒരു മൂല, ആ മൂലക്കാണ് പറയുക റുക്നുൽ യമാനി എന്ന് പറയുക. മനസ്സിലാക്കുക, റുക്നുൽ യമാനി എന്ന് പറയുക. ആ റുക്നുൽ യമാനിയെ തൊട്ട് വന്ദിക്കണം എന്നുള്ളതാ. തൊട്ട് നമ്മളെ ശരീരത്തിൽ തേക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. പക്ഷെ അവിടെ വലൈസ ഹുനാക ദിക്റുൻ വലാ ദുആഉൻ ഖാസ്, അവിടെ ഏതെങ്കിലും പ്രത്യേകമായ ദുആയോ ദിക്റോ ഒന്നും തന്നെയില്ല, വെറുതെ തൊട്ടാൽ മതി എന്നാണ് പറയുന്നത്. ഇനി റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ എന്ത് പ്രാർത്ഥിക്കണം? പറയൂ, എന്താ പ്രാർത്ഥിക്കേണ്ടത്? എളുപ്പം പറയൂ. വെരി ഗുഡ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇത് പ്രാർത്ഥിക്കണം അല്ലേ? വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമാണിത്. ഏത് അധ്യായത്തിലാണെന്ന് ആർക്കാ പറയാൻ പറ്റുക? പറയൂ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. സൂറത്തുൽ ബഖറയിലെ ഒരായത്താണിത്. 201-ാമത്തെ ആയത്താണത്. ഈ ആയത്ത്, ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നാണിത്. 2ാമത്തെ പ്രാർത്ഥന യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ള പ്രാർത്ഥനയാകുന്നു. വിശുദ്ധ ഖുർആനിൽ വന്ന ഈ പ്രാർത്ഥനയ്ക്ക് വളരെ മഹത്വമുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ എപ്പോഴും ഈ പ്രാർത്ഥന ഉണ്ടാകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ശരി, നമ്മുടെ ഈ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ, ഇത് ആവർത്തിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഹജ്ജിനും ഉംറക്കൊക്കെ വരുന്ന ആളുകൾ ഓരോ മുസ്ലിയാക്കന്മാർ രചിച്ചിട്ടുള്ള
ഹജ്ജ് സഹായി, ഹജ്ജ് മൻസക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഗ്രന്ഥം കൊണ്ടുവരും. അതിലൊക്കെ എന്താ പറയുക, ഓരോ തവാഫിനും ഓരോ ദുആകൾ കാണാം. അത് തെറ്റാണ്. അങ്ങനെ ദുആ അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ തവാഫിന്റെ ഓരോ ചുറ്റിനും പ്രത്യേകമായി ദുആ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചിട്ടില്ല. ലൈസ ഹുനാക ദിക്റുൻ, കേൾക്കുന്നുണ്ടല്ലോ കൂട്ടരെ, ലൈസ ഹുനാക ദിക്റുൻ ഔ ദുആഉൻ ഖാസുൻ ബികുല്ലി ഷൗത്തിൻ മിൻ അശ്വാത്തി തവാഫി കമാ യഅതഖിദുൽ ബഅദ്. ചില ജനങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തവാഫിന്റെ ഓരോ ചുറ്റിനും പ്രത്യേകമായിട്ടുള്ള ദുആയോ ദിക്റോ ഇല്ല. അങ്ങനെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹീഹായി വന്നിട്ടില്ല. ബൽ യജൂസു അൻ യഖറഅൽ മുസ്ലിമു അൽ ഖുർആന ഫീ തവാഫി, പക്ഷേ അവന് എന്താണ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ അനുവദനീയമാണ്. ഏറ്റവും പ്രധാനം എന്താണ്, അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനം എന്താണ്, വിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥനയാണ്, പിന്നെ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വന്തം നഫ്സിന് ആദ്യം പ്രാർത്ഥിക്കുക. ഓരോ പ്രാർത്ഥനയും 3 തവണ പ്രാർത്ഥിക്കുക. പ്രധാനപ്പെട്ട പ്രാർത്ഥനകളൊക്കെ മനസ്സിലായല്ലോ. സ്വന്തം നഫ്സിന് പ്രാർത്ഥിച്ചിട്ടായിരിക്കണം നമ്മൾ മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിനും മറ്റുള്ള ആളുകൾക്കൊക്കെ പ്രാർത്ഥിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, പാപം പൊറുക്കാൻ, പാപമോചനത്തിലുള്ള പ്രാർത്ഥന. തൗബ, പശ്ചാത്തപിക്കുക, തെറ്റുപോയ പാപങ്ങളിൽ പശ്ചാത്തപിക്കുകയും അത് പുറത്തു തരാൻ വേണ്ടി റബ്ബിനോട് പറയുകയും ചെയ്യുക. അതാണ് തൗബ. അപ്പോൾ ദുആ, ഇസ്തിഗ്ഫാർ, തൗബ. പിന്നെ നമ്മൾ ഈ തവാഫിൽ എന്ത് വേണം, ഖുർആൻ പാരായണം, ദിക്റുകൾ ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി ബിഹംദിഹി. ഇതൊക്കെ ദിക്റുകളാണ്. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ? ഏത് അവസരത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത്? നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയോ? സംശയമുണ്ട്. നമ്മൾ എന്താ അനുഷ്ഠിക്കുന്ന കാര്യം പറയുന്നത്? പറയൂ. വരട്ടെ, ഞാനും നിങ്ങൾ മാത്രമല്ല, വേറെ ആരുമില്ലേ? എഴുതൂ. വെരി ഗുഡ്. നമ്മുടെ പ്രിയ സ്നേഹിതൻ റഫീഖ് സാഹിബുണ്ട്, ജുംബക്കറുണ്ട്, ജിഷാദ് സാഹിബുണ്ട്, മുജീബ് റഹ്മാൻ പാറോപ്പടിയുണ്ട്. തവാഫിന്റെ കാര്യം നമ്മൾ പറയുന്നത്. തവാഫിൽ പ്രിയമുള്ളവരെ എന്തൊക്കെ വേണം? ദുആ, ഇസ്തിഗ്ഫാർ, തൗബ, ദിക്റുകൾ. ദിക്റുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടേറെ ദിക്റുകളുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആൻ പാരായണം, നബിയുടെ മേൽ സ്വലാത്ത്. ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഉൾക്കൊള്ളിച്ചു കൊണ്ട് നമ്മൾ തവാഫ് ചെയ്യുക. അത് നന്നാകും എന്നാണ് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, തവാഫ് നമ്മൾ നേരത്തെ പറഞ്ഞു നമസ്കാരം പോലെ തന്നെയാണ്. അപ്പം എന്ത് വേണം? നമസ്കാരത്തിന് വുളു നിർബന്ധമാണ്. അതുപോലെ തവാഫിന് എന്ത് വേണം? വുളു നിർബന്ധമാകുന്നു. അപ്പം നമുക്കൊരു സംശയം എന്താണ്? ഒരു 3 ചുറ്റു കഴിഞ്ഞു. 3 ചുറ്റു കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തു? വുളു നഷ്ടപ്പെടാലോ. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ വുളു എടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് വുളു ചെയ്തിട്ട് എവിടെയാണോ നമ്മൾ നഷ്ടപ്പെട്ടത്, തവാഫ് അവസാനിച്ചത്, അവിടെ നിന്ന് ബാക്കി പൂർത്തീകരിക്കാം. തവാഫിനിടക്ക് ഒരാൾക്ക് ക്ഷീണം വന്നു, ശ്രദ്ധിക്കുക. ഇപ്പം പ്രായമുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വരുന്നു, ഉംറക്ക് വരുന്നു, 60 വയസ്സ്, 65 വയസ്സ്, 70 വയസ്സ്, 75 വയസ്സ്, ഇവർക്കൊക്കെ തവാഫിനിടക്ക് ക്ഷീണമുണ്ടായേക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഒരു 3 ചുറ്റി ചുറ്റിയിട്ട് പിന്നെ ക്ഷീണം വന്നാൽ എവിടെയാണോ നിർത്തുന്നത് ആ പോയിന്റ് ശ്രദ്ധിക്കുക. എന്നിട്ട് തണുപ്പിൽ പോയിട്ട് വിശ്രമിക്കുക. ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ വിശ്രമിച്ച് ബാക്കി ആ അവസാനിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ആരംഭിച്ച് പൂർത്തീകരിക്കാവുന്നതാണ്. ഇതൊന്നും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുക. മറ്റൊരവസ്ഥ, നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ ഇക്കാമത്ത് വിളിച്ചു, ഫർള് നമസ്കാരത്തിന് ഇക്കാമത്ത് വിളിച്ചു. അപ്പം നമ്മൾ തവാഫ് പൂർത്തീകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്ഷണിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? നമ്മൾ ആ ഫർള് ജമാഅത്തിൽ പങ്കെടുക്കണം. കാരണം തവാഫിനേക്കാൾ മുകളിൽ നിൽക്കുന്ന അവിടുത്തെ ജമാഅത്ത് തന്നെയാണ്, ഒരു സംശയമില്ല. ആ ജമാഅത്തിൽ നമ്മൾ പങ്കെടുക്കണം. ജമാഅത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് നമ്മൾ തവാഫ് പൂർത്തീകരിക്കേണ്ടത്. ശരി, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രിയമുള്ളവരെ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ആർത്തവകാരിയാണ് എങ്കിൽ ലാ യജൂസു ലിൽ മർഅത്തിൽ ഹായിൽ അൻ തതവഫു ഹത്താ തത്ഹർ മിൻ ഹൈലിഹാ. അവൾ ശുദ്ധിയാകുന്നത് വരെ അവിടെ പിന്നെ തവാഫൊന്നും ചെയ്തുകൂടാ. പക്ഷേ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൾക്ക്
ഇപ്പോൾ ഹജ്ജിനോ ഉംറക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകളുടെ കൂടെ പോവുക, അപ്പോൾ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു ബസ് നിറയെ ആളുകൾ കാത്തുക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അതുകൊണ്ട് അവൾക്ക് മരുന്നുകൾ കഴിച്ച് ആർത്തവത്തിന്റെ സമയം നീട്ടുന്നത് അനുവദനീയമാണ്. യജൂസു ലിൽ മർഅതി അൻ തഅകുല ഹുബൂബൻ തുഅഖിറ അൽ ഹൈള അൻഹാ ഹത്താ തതിമ്മ ഉംറതഹാ ബിശർത്തിൻ അല്ലാ തകൂന മളിറത്തുൻ ബിസിഹ്ഹതിഹാ എന്ന് പറഞ്ഞാൽ, ഒരു സഹോദരിക്ക് തൻ്റെ ഉംറ കർമ്മം നിർവഹിക്കാൻ, തവാഫ് കർമ്മം നിർവഹിക്കാൻ, ഹജ്ജിൻ്റെ ഒക്കെ വേളയിൽ ഈ തവാഫ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആർത്തവ സമയം നീട്ടാനായിട്ട് ഗുളിക കഴിക്കൽ അനുവദനീയമാണ്. ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ആ ഗുളിക കഴിച്ചാൽ തൻ്റെ ശരീരത്തിന് വലിയ ദോഷം ചെയ്യാൻ പാടില്ലാത്ത ഗുളികയായിരിക്കണം എന്നർത്ഥം. ഇനി മറ്റൊരു പ്രശ്നം, പ്രിയമുള്ളവരെ, തവാഫ് ചെയ്തു 7 ചുറ്റാൻ, അവർ 4 or 5 ചുറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് സംശയം, 5 ചുറ്റി കഴിഞ്ഞപ്പോൾ ഒരു സംശയം, 3 എണ്ണാണോ ചെയ്തത്, 4 എണ്ണാണോ ചെയ്തത്, 5 എണ്ണാണോ ചെയ്തത്? അങ്ങനെ സംശയം ഉണ്ടാകാറുണ്ടോ? അല്ലെങ്കിൽ ഉണ്ടാകാമോ സുഹൃത്തുക്കളെ? ഉണ്ടാകാമോ? ഉണ്ടാകാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പറയൂ. ഏറ്റവും കുറഞ്ഞതിനെ അവലംബിക്കണം. അതെ, വെരി ഗുഡ്. ഉറപ്പുള്ളതിന് എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ അവലംബിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 5 or 4 എന്ന് സംശയമായാൽ 4 എന്ന് ഉറപ്പിച്ച് ബാക്കി 3 എണ്ണം ചെയ്യണം. അതാണ് ആ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ തവാഫ് പൂർണ്ണമായി കഴിഞ്ഞു. തവാഫ് പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇൽത്തിബാ എന്ന് പറഞ്ഞല്ലോ, മേൽമുണ്ട് പ്രത്യേക രൂപത്തിൽ വസ്ത്രം ധരിച്ചല്ലോ, അത് അഴിച്ചിട്ട് 2 ചുമലും മൂടുക. തവാഫ് കഴിഞ്ഞ ഉടനെ നമ്മുടെ മേൽമുണ്ട് ശരിക്കും മൂടുക. എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കണം. ആ നമസ്കാരം തവാഫിന്റെ സുന്നത്ത് തന്നെയാണ്. ആ തവാഫിന്റെ സുന്നത്ത് കഴിയുമെങ്കിൽ ആ മക്കാമ് ഇബ്രാഹിമിന്റെ സമീപത്താണ് വേണ്ടത്. നമ്മുടെയും കഅബയുടെയും ഇടയിൽ മക്കാമ് ഇബ്രാഹിം വരുന്ന രൂപത്തിൽ. സാധിക്കില്ല എങ്കിൽ മസ്ജിദുൽ ഹറമിൽ എവിടെ വെച്ചും ആ നമസ്കാരം നിർവഹിക്കാം. ആ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിയ്യത്ത് കരുതുക, ഞാൻ തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നുവെന്ന്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ഒരായത്തിന്റെ ഭാഗം വത്തഹിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല എന്ന് പാരായണം ചെയ്യൽ സുന്നത്താകുന്നു. എന്നിട്ടോ ആ നമസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ പിന്നെ നമ്മൾ വജ്ജഹത്തു ഫാത്തിഹ, ഇതിനു ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. 2-ാമത്തെ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസായ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പാരായണം ചെയ്യുക. ആ സൂറത്തും പാരായണം ചെയ്യുക. മനസ്സിലായല്ലോ? ഇത് പാരായണം ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംസം കുടിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ചില സഹാബികൾ സംസം കുടിക്കാറില്ലായിരുന്നു. പ്രത്യേകിച്ച് അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ പോലുള്ള പ്രഗത്ഭന്മാരായ സ്വഹാബികൾ എന്ന് കാണുന്നു. അല്ലാഹു അലം. ഏതായിരുന്നാലും തവാഫ് കഴിഞ്ഞു, തവാഫിന്റെ സുന്നത്ത് കഴിഞ്ഞു. നമ്മൾ തവാഫ് കഴിഞ്ഞ ഉടനെ നമ്മുടെ പുരുഷന്മാരാണെങ്കിൽ അവരുടെ 2 ചുമലും മൂടുന്ന രൂപത്തിൽ അവരുടെ മേൽമുണ്ട് ധരിച്ചു. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ, കേരളീയരും അല്ലാത്തവരുമായ ധാരാളം ആളുകൾ ഈ മേൽമുണ്ട് ആ പ്രത്യേക രൂപത്തിൽ ധരിച്ചല്ലോ, വലത് കക്ഷത്തിന് താഴെ ഇടത് ചുമൽ മൂടിക്കൊണ്ട് ആ രൂപത്തിൽ ആദ്യാവസാനം വരെ കൊണ്ട് നടക്കാറുണ്ട്. അത് തെറ്റാണ്. നമസ്കാരത്തിൽ 2 ചുമലുകൾ മൂടണം. സഈന്റെ വേളയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെ ഈ തവാഫിൻ്റേത് പോലെ തന്നെ ആകാൻ വേണ്ടി പാടില്ല. ചുമൽ മൂടുകയാണ് ഏറ്റവും ഉത്തമം. ആ വിഷയത്തിൽ ബുഖാരിയിൽ വന്ന ഹദീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ശരി. അപ്പോൾ ഈ 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞാൽ നമുക്ക് സംസം കുടിക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് പ്രിയമുള്ളവരെ നമ്മൾ സഫാ മർവയിലേക്ക് പോകണം. സഫാ മർവ അത് പെട്ടെന്ന് പറയാം. സഫാ മർവ ഒരുപാട് സമയമായി. സഫാ മർവ എത്ര എണ്ണമാണ്? അവിടെ പിന്നെ സഅയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ചുറ്റു വേണം? ശ്രദ്ധിക്കുക, 7 എണ്ണമാണ്. 7 എണ്ണമാണ് പലരും ധരിച്ചുള്ളത്. സഫയിൽ നിന്ന് പുറപ്പെട്ട് മർവയിലെത്തി, മർവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് എത്തിയാലാണ് 1 ആകുക എന്നാണ്. അത് തെറ്റാണ്. സൊഫയിൽ നിന്നാണ് ആരംഭിക്കുക സഅയ്. ഈ സഫാ മർവക്കിടയിലുള്ള പ്രയാണത്തിന് സഅയ് എന്നും തവാഫ് എന്നും പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ട്, ഹദീസുകൾ വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഖുർആനിൽ തന്നെ തവാഫ് എന്നാ പ്രയോഗിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിൽ 155-ാമത്തെ ആയത്തുണ്ടല്ലോ, ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ലാ ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ. കണ്ടോ, അവിടെ തവാഫ് എന്നാ പ്രയോഗിച്ചത്. അപ്പോൾ പക്ഷേ സാധാരണഗതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രയോഗം സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യുക എന്നുള്ളതാണ്.
ഇനി ഈ സഈ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സഫയിൽ നിന്നാണ് ആരംഭിക്കുക. സഫയുടെ നമ്മൾ അതിൻ്റെ പരമാവധി സാധിക്കുന്ന അത്ര അതിൻ്റെ അടുത്തേക്ക് എത്തുക, അതിൻ്റെ മുകളിലേക്ക് എത്തുക, അതിനോട് അടുത്തു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ ഞാൻ നേരത്തെ ഓതിയ ആയത്ത് പാരായണം ചെയ്യണം. ഏതായത്താണ്? പറയൂ, ഏതായത്താണ് ഞാൻ ഇപ്പൊ പാരായണം ചെയ്ത്? പറയൂ, പെട്ടെന്ന് പറയട്ടെ. അതെ, വെരി ഗുഡ്. സഅയ് എന്നുള്ളതിൻ്റെ ഭാഷാർത്ഥം പിന്നെ ധൃതിപ്പെടുക, പ്രയാണം, പിന്നെ വേഗത്തിലാക്കുക, ഇങ്ങനെയൊക്കെ പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ എന്താണ് സഅയ്, സഫാ മർവക്കിടയിലുള്ള സഅയ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള നടത്തം, വേഗത്തിലുള്ള നടത്താണ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമയിൽ വന്നിട്ടില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ഫസ്ഔ കണ്ടോ, അതിൻ്റെ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ശരി, അതേ വെരി ഗുഡ്. ഇന്ന സഫാ, അപ്പം ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവ്വ ഖൈറാ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഈ ആയത്തുണ്ടല്ലോ സുഹൃത്തുക്കളെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? സഫയിലേക്ക് എത്തുമ്പോൾ പാരായണം ചെയ്യണം. ഇതൊക്കെ പഠിച്ചു പോകുന്ന ആളുകൾ കരട്ടെ പലപ്പോഴും, പക്ഷെ അവിടെ എത്തുമ്പോൾ അതൊക്കെ ചിലപ്പോൾ മറന്നിരിക്കും ആളുകൾ. അപ്പം അതുകൊണ്ട് നമ്മളൊരു സംഘമായി പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു ഫാമിലി ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു 10 ആളോ 8 ആളോ 7 ആളോ ഒരു സംഘമായിട്ട് പോകുമ്പോൾ ഒരാൾക്ക് ഓർമ്മയില്ലാത്ത മറ്റാൾ ഓർമ്മിപ്പിക്കും. അങ്ങനെ ആ സഫയിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞത് എന്താ? അബ്ദഉ ബിമാ ബദ അല്ലാഹു ബിഹി. അള്ളാഹു ആരംഭിച്ചത് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നർത്ഥം. അള്ളാഹു ആരംഭിച്ചത് സൊഫ കൊണ്ടാണ്. അപ്പൊ സഫയിൽ നിന്ന് നമ്മളത് ആരംഭിക്കുന്നു. സൊഫയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം നിങ്ങള് സുഹൃത്തുക്കളെ? നമ്മൾ കഅബയിലേക്ക് നേരെ തിരിയണം. ഇപ്പോൾ ഈ സഫയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കഅബ കണ്ടോളന്നില്ല, ചില ഭാഗത്ത് ചുമരായിരിക്കും. ഏതായിരുന്നാലും കഅബയുടെ ഭാഗത്തേക്ക് തിരിനിന്ന് കൈകൾ ഉയർത്തണം, 2 കൈകളും ഉയർത്തണം. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ രേഖപ്പെടുത്തുന്നത് കൈകൾ നല്ലവണ്ണം ഉയർത്തണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൾ ഉയർത്തിയിട്ട് കക്ഷത്തിലെ വെളുപ്പ് കാണുമാറാകെ ആ രൂപത്തില് കൈകൾ ഉയർത്തിയിരുന്നു എന്നാ പറയുന്നത്. ശരി, എന്നിട്ട് പ്രിയമുള്ളവരെ, കൈകൾ ഉയർത്തിക്കൊണ്ട് തക്ബീറുകൾ ചൊല്ലണം. എന്താ തക്ബീർ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അൻജസ വഅദ വനസുറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദഹു. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇത് 3 തവണ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതിനിടയ്ക്ക് എന്ത് ചെയ്യണം? മറ്റുള്ള ദുആകളും നമ്മൾ പ്രാർത്ഥിക്കണം. വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കുക. സഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്, പിന്നെ പുണ്യസ്ഥലമാണ്. അതുകൊണ്ട് അവിടെ വെച്ച് നമുക്ക് വേണ്ട ദുആകൾ, പ്രത്യേകിച്ചുള്ള ദുആകളൊക്കെ നമുക്ക് ദുആ ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം നമുക്ക് എന്താണ്? ഈമാനോടുകൂടി മരിച്ചു പോകണം. നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കണം, നമ്മുടെ പാപങ്ങൾ പൊറുക്കണം, നമ്മൾ തൗബ ചെയ്യണം, നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് കൂട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഖബറശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം. മനസ്സിലായല്ലോ? നമുക്ക് ജീവിക്കാനുള്ള, നമുക്ക് നമ്മുടെ മക്കൾക്കും കുടുംബത്തിനൊക്കെ എന്ത് വേണം? ഹലാലായ സമ്പാദ്യവും കാര്യങ്ങളൊക്കെ വേണം. ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ശരി, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സഫയുടെ മുകളിൽ കഴിയുന്നു. എന്നിട്ട് നമ്മൾ മർവയിലേക്ക് നടക്കുന്നു. മർവയിലേക്ക് നടക്കുമ്പോൾ ഒരു പച്ച അടയാളം കാണാം. പച്ച അടയാളം കണ്ടാൽ ആ പച്ച അടയാളങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണം? പുരുഷന്മാർ ഓടണം, സ്ത്രീകൾ നടന്നാൽ മതി. അപ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന നബിയിൽ നിന്ന് വന്നതല്ല, പ്രത്യേക പ്രാർത്ഥനയൊന്നുമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ പ്രാർത്ഥിച്ചതാണ്. റബ്ബി ഗഫിർ വർഹം ഇന്നക അൻതൽ അഅസുൽ അക്രം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രാർത്ഥന. ശരി, മറവയിലേക്ക് എത്തി. മറവയിലും സഫയിൽ ചെയ്തതുപോലെ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഈ നേരത്തെ പ്രാർത്ഥിച്ച അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് എന്നുള്ള പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുക. മറ്റുള്ള പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുക. എന്നിട്ട് മറവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുക. അങ്ങനെ 7 പൂർത്തീകരിക്കുക. 7 പൂർത്തീകരിക്കുമ്പോൾ മറവയിലായിരിക്കും അവസാനിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഈ സഈന് എന്തില്ല?
പിന്നെ വുളു നിർബന്ധമില്ല. മനസ്സിലാക്കണം, വുളു നിർബന്ധമില്ല പ്രിയമുള്ളവരെ, അതിന് ഷർത്തില്ല എന്നുള്ളതാണ്. വുളു ഇല്ലാതെയും ഒരാൾക്ക് സഅയ് ചെയ്യാവുന്നതാണ്. എന്നാൽ തവാഫിന് വുളു നിർബന്ധമാകുന്നു എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മനസ്സിലായല്ലോ. വുളു ഉണ്ടായിരിക്കുക നല്ലതാണ്, പക്ഷേ ഷർത്തോ ഫർദോ ഇതൊന്നുമല്ല എന്നാണ് പറയാനുള്ളത്. ഈ പിന്നെ സഅയിൻ്റെ വേളയിൽ നമ്മൾ ദുആ ചെല്ലുക, ദിക്റുകൾ ചെല്ലുക, ഇസ്തിഗ്ഫാർ, തൗബ, ഖുർആനോത്ത്, നബിയുടെ മേൽ സ്വലാത്ത്. നബിയുടെ മേൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ താജു സ്വലാത്തോ അതല്ല എങ്കിൽ പിന്നെ നാരിയ സ്വലാത്തോ ഇതൊന്നുമല്ല, സാധാരണഗതിയിലുള്ള സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ അതല്ല എങ്കിൽ നമസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് തുടങ്ങുന്ന സ്വലാത്തോ ഇതൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. തവാഫിൻ്റെ ഇടക്ക് നമ്മൾ നമസ്കാരം വന്നാൽ, ക്ഷീണം വന്നാൽ എന്നൊക്കെ പറയണ്ടായി. അതുപോലെ തന്നെ സഅയിനടക്കും ഫർദ് നമസ്കാരങ്ങളോ മറ്റൊക്കെ വന്നാൽ അത് സഅയി നിർത്തിവെച്ച് ഫർദ് നമസ്കാരത്തിൽ ചേരണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കുക, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ത്രീകളും യുവതികളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവരുടെ കണ്ണുകൾ താഴ്ത്തണം, മനസ്സ് നിയന്ത്രിക്കണം, ദൃഷ്ടി നിയന്ത്രിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ സഅയ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവസാനിക്കുന്നത്. ഈ വിഷയത്തിലൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്, ഞാനതൊന്നും പാരായണം ചെയ്യുന്നില്ല, കാരണം സമയം ദൈർഘ്യമാവുകയാണ്. അവസാനമായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുടി കളയണം. പുരുഷന്മാരാണെങ്കിൽ മുടി കളയാണ് ഏറ്റവും ഉത്തമം. മുടി കളഞ്ഞ ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഹല്ലിഖീൻ എന്ന് 3 തവണ പ്രാർത്ഥിച്ചു. വഫീ റിവായത്തിൻ ഉഖ്റ, മറ്റൊരു റിപ്പോർട്ടിൽ അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ എന്ന് പ്രാർത്ഥിച്ചു. അല്ലാഹുവേ അവർക്ക് റഹ്മത്ത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. മനസ്സിലായല്ലോ. എന്നാൽ മുടി വെട്ടിയ ആളുകൾക്കോ വലിൽ മുഖസ്സിരീൻ എന്ന് പറയുകയും ചെയ്തത്, അവർക്കും എന്ന് പറയുകയും ചെയ്തുള്ളൂ, എടുത്ത് പ്രാർത്ഥിച്ചില്ല നബി. അപ്പോൾ അജഗജാന്തര വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കുക. ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, മുടി കളയലും മുടി വെട്ടലും എന്ന് മനസ്സിലാക്കുക. മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ ആളുകൾ ചെറിയ കത്രി കൊണ്ടുപോയി തലയുടെ മുടിയുടെ അവിടെയും ഇവിടെയും 1-2 മുടിയൊക്കെ മുറിച്ച് ഉംറ കർമ്മം കഴിഞ്ഞു എന്ന് വിചാരിക്കും. അത് തെറ്റാണ്. എല്ലാ ഭാഗത്തുനിന്നും യജിബു അൻ യസ്തൗഇബ തഖ്സീർ ജമീഅ അൻആഇർ റസ്. മനസ്സിലായല്ലോ. തലയുടെ എല്ലാ ഭാഗത്തു നിന്നും മുടി മുറിക്കൽ നിർബന്ധമാകുന്നു. യജിബുന വജബ യജിബു, വാജിബ് എന്ന് പറയുന്നത് അർത്ഥം പറയൂ. ഫലാ യക്ഫി അൻ യുകസ്സിറ ജിഹതൻ വയത്റുകു ഉഖ്റാ. കണ്ടോ, ചില ഭാഗത്ത് മുറിക്കുക, ചില ഭാഗത്ത് ഒഴിവാക്കുക, ഇതൊന്നും പാടുള്ളതല്ല, അത് മതിയാവുകയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ സഹോദരിമാരെ അവർ ഈ പിന്നെ തവാഫ് കഴിഞ്ഞ് സഅയ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? അവര് ഒരല്പം, അതായത് ഒരു വിരലിൻ്റെ 3 ഭാഗം ഉണ്ടല്ലോ, അതിൽ ഒരു ഭാഗം എത്ര ഉണ്ടോ അത്ര ആണ് അവര് മുടി മുറിക്കേണ്ടത്. മുടി കൂട്ടിപ്പിടിച്ച് അത്ര മുറിക്കുക. ഖദറ റഅ്സിൽ ഉസ്ബു എന്നാണ്. ഒരു വിരലിൻ്റെ അറ്റം, ആ വിരലിൻ്റെ 3 ഭാഗം അടയാളുണ്ടല്ലോ, അതിൻ്റെ അത്ര ഭാഗം ആണ് മുറിക്കേണ്ടത്. ഇതാണ് ഉംറയുടെയൊക്കെ ഏകദേശ രൂപം. ഇനി ഉംറയുമായി ബന്ധപ്പെട്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി അന്ധവിശ്വാസങ്ങളും ബിദ്അത്തുകളും ഒക്കെയുണ്ട്. ഞാൻ ഈ പറഞ്ഞത് സുന്നത്തനുസരിച്ചുള്ള ഉംറയാണ്. ധാരാളം ആളുകൾ 10,000 രൂപ ചെലവായിക്കൊണ്ട് ഉംറക്ക് വരുന്നു, പക്ഷേ ഒട്ടനവധി തെറ്റുകൾ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഹലോ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ, നിങ്ങൾ ആരുമില്ല ഇവിടെ? ഒന്ന് പിന്നെ സൗണ്ട് കേൾക്കാമോ? ഉണ്ടല്ലേ? 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. എന്താ പറയുക, ഇപ്പം നമ്മുടെ സഹോദരിമാർ ഒക്കെ ഉംറക്ക് പ്രത്യേകമായ ചില വസ്ത്രമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് അവർ പച്ച വസ്ത്രമോ അല്ലെങ്കിൽ കറുത്ത വസ്ത്രമോ അല്ലെങ്കിൽ വെളുത്ത വസ്ത്രമോ ഒക്കെ അത് മാത്രം ധരിച്ചൊക്കെ ഹജ്ജിന് ഉംറക്കൊക്കെ വരാറുണ്ട്. 100 സ്ത്രീകൾ വരികയാണെങ്കിൽ 100 ആളും വെള്ള വസ്ത്രം തന്നെ ധരിച്ച് വരിക, അല്ലെങ്കിൽ അവർ 100 സ്ത്രീകളും കറുത്ത വസ്ത്രമോ പച്ച വസ്ത്രമോ ഒക്കെ ധരിച്ച് വരിക. ഇതൊന്നും ശരിയല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ തവാഫിനൊരു നിയ്യത്ത്, സഅയിനൊരു നിയ്യത്ത്, ഇഹ്റാമിനൊരു നിയ്യത്ത്, ഇങ്ങനെയൊന്നുമില്ല. ഒരൊറ്റ നിയ്യത്ത്, എന്താ, ലബ്ബൈക ഉംറത്തൻ അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ, ഇങ്ങനെ ഒരു നിയ്യത്ത് മാത്രം മതിയാകുന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടുള്ളത്. പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ സുഗന്ധം പാടില്ല എന്ന് നമ്മൾ പറയണ്ടായി. പക്ഷേ നമുക്കെന്താണ്, സോപ്പ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ പല്ല് തേക്കാൻ നമുക്ക് പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ പറയാനുള്ളത്. പിന്നെ തൽബിയത്ത്
തൽബിയത്ത് നമ്മൾ അന്ന് സൂചിപ്പിച്ചു, ഒറ്റ സൗണ്ടിൽ എല്ലാവരും ഒന്നിച്ച് ചൊല്ലുന്നത് ശരിയല്ല എന്നാ പറയുന്നത്. പിന്നെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ നമ്മൾ ചെളിയോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റി മറ്റൊരു വസ്ത്രം ധരിക്കാം, അല്ലെങ്കിൽ കഴുകിക്കളയാം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ സ്ത്രീകൾക്ക് അവരുടെ മുടി പിന്നെ മെടയാനോ അല്ലെങ്കിൽ മുടി ചീകുന്നതിനോ ഒന്നും തന്നെ കുഴപ്പമില്ല. പക്ഷേ മനഃപൂർവ്വം നമ്മുടെ മുടിയോ രോമങ്ങളൊന്നും തന്നെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പലരും അശ്രദ്ധ കാണിക്കുന്ന ഒരു കാര്യമാണ്, ഗൗരവമുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ. പിന്നെ അതായത് എന്താ അറിയോ, ഈ ഔറത്ത്, കാരണം അടിവസ്ത്രമൊന്നും ഇല്ലാത്തതാണ്, രണ്ടും ഒരു ഉടുമുണ്ട് ഒരു മേലുമുണ്ട്. അപ്പോൾ പിന്നെ അശ്രദ്ധമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ഔറത്ത് വെളിവാകും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ. ഹജ്ജിനോ ഉംറക്കൊക്കെ പോയിട്ട് പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പിന്നെ അന്തം വിട്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഔറത്ത് വെളിവാകുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ സഹോദരങ്ങളെ, മക്കത്ത് പോയി കഴിഞ്ഞാൽ യാതൊരു പ്രത്യേകമായ കാരണം കൂടാതെ പിന്നെ നമസ്കാരം നഷ്ടപ്പെടുത്തുക, നമസ്കാര സമയത്ത് അതിൽ പങ്കെടുക്കാതിരിക്കുക, ഇതൊക്കെ തെറ്റാണ് എന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. ഉംറ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവസാനമായിട്ട് മക്കത്ത് നമ്മൾ വിടുകയാണെങ്കിൽ തവാഫ് ചെയ്യൽ സുന്നത്താണ്, പക്ഷേ അത് നിർബന്ധമല്ല. എന്നാൽ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ വിടവാങ്ങൽ തവാഫ് നിർബന്ധമാകുന്നു. തവാഫുൽ വിദാഅ് വാജിബുൻ മിൻ വാജിബാത്തിൽ ഹജ്ജ്, ഹജ്ജിന്റെ വാജിബുകളിൽപ്പെട്ടതാകുന്നു എന്നാണ്. അപ്പം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഉംറയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് സംശയമുണ്ടാകും. ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും.